മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. NDRF, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അഞ്ജന സുകുമാരനും സാരംഗ് സുരേഷും കള്ളാടിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം അഞ്ജനയിലേക്കാണ്. അഞ്ജന, നാടിനെ നടുക്കിയ വലിയ ഒരു ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെയൊക്കെ നോവുണങ്ങുന്നതിന് മുൻപാണ് വയനാട്ടിൽ വീണ്ടും ഒരു അപകടം സംഭവിക്കുന്നത്. അതും അധികാരികളുടെ തന്നെ അനാസ്ഥ കൊണ്ട്. എത്ര കണ്ടാലും എത്ര കേട്ടാലും നമ്മൾ പഠിക്കില്ലേ എന്നുള്ള ചോദ്യം ആവർത്തിച്ചുകൊണ്ടാണ് വീണ്ടും ഈ ഒരു അപകടത്തിന് കേരളം സാക്ഷിയാകുന്നത്. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. തെരച്ചിൽ എപ്പോൾ മുതൽ പുനരാരംഭിക്കും? ഹിമ, ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയും ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുമുണ്ട്. അവിടെ മണ്ണ് നീക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടക്കുകയാണ്. NDRFും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയും ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് സ്ഥലത്തുള്ളത്. ഇന്നലെ രാത്രിയിലേറെ വൈകിയും ഈ സ്ഥലത്ത് തിരച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ഉള്ളത്. ഏതായാലും ഈ പ്രദേശത്ത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മീനാക്ഷി പാലത്തിലെ മണ്ണൊക്കെ ഇതിനോടകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ 900 കണ്ടിയിൽ ഉൾപ്പെടെ ഇന്നലെ കുടുങ്ങിക്കിടുന്ന വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ഈ പാലത്തിലൂടെ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ഇന്നലെ പുറത്തെത്തിച്ചിരുന്നു. എന്തായാലും 3 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഗവൺമെന്റും അതോടൊപ്പം തന്നെ കമ്പനിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായിരുന്ന അവലോകന യോഗത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഈ പരിക്കുപറ്റി 7 പേരാണ് മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അദ്ദേഹത്തിന്റെ മണ്ണ് വന്ന് ദേഹത്ത് വീണ് വലിയ അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദേഹമാസകലമുള്ള എല്ലുകൾ ഉൾപ്പെടെ ഒടിഞ്ഞ് വലിയ ക്രിട്ടിക്കലാണ് അദ്ദേഹം ഇപ്പോൾ എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയുന്നതിൽ. 2 പേർ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റുള്ളവർ വാർഡിൽ തന്നെയുണ്ട്. അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഈ മണ്ണിനടിയിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അതിപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഹിമ, തീർച്ചയായും സന്നദ്ധ സംഘടനകളുടെ കൂടി ഏകോപനത്തോടുകൂടി ഇപ്പോൾ അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRF, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ കൂടിയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സാരംഗ് സുരേഷ് കൂടി ചേരുന്നുണ്ട്. അവിടെ നിന്ന് സാരംഗ്, അതിഗുരുതരമായ ഒരു അനാസ്ഥ, അതും 20-ാം തീയതി അവിടെ കൂട്ടിയിട്ട മണ്ണ് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ച് 17 ദിവസം കിട്ടിയിട്ടും ആ മണ്ണ് മാറ്റാൻ സാധിച്ചില്ല. അതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് 3 ജീവനുകൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇതിനൊക്കെ ആര് മറുപടി പറയുമെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ഇന്നിപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്താനാണല്ലേ സാധ്യത? നടന്ന ഒരു മേഖലയാണിത്. പരിസ്ഥിതി ലോല മേഖലയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായൊരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം വലിയ സുരക്ഷാ പ്രശ്നങ്ങളടക്കം, ആളുകളുടെ ജീവനടക്കം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയും നിസ്സംഗമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. കാരണം ഏതു സമയം വലിയൊരു ദുരന്തം പ്രതീക്ഷിക്കപ്പെടാവുന്നൊരു മേഖലയിലാണ് ഈ രീതിയിൽ തീർത്തും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത നിരുത്തരവാദപരമായി ഇത്ര വലിയ തോതിലൊരു മണ്ണ് വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് തൊട്ടപ്പുറത്ത് ഈ തോടിനും പുഴയുടെയൊക്കെ തന്നെ മേഖലകളിലേക്ക് എങ്ങനെയാണോ നമ്മൾ പുത്തുമലയിലും ചൂരൽമലയിലും കണ്ട ദൃശ്യങ്ങൾ, അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീടിനകത്തേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ മണ്ണും ചളിയും വെള്ളവും എല്ലാം തന്നെ ഇടിച്ചു കയറിയൊരവസ്ഥ. ആളുകൾ ഒക്കെ തന്നെ ഇവിടെ നിന്ന് അതിസാഹസികമായി തന്നെയാണ് ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ 900 കണ്ടി ട്രക്കിംഗ് പോയിന്റിലേക്കൊക്കെ തന്നെയുള്ള ബേസ് ക്യാമ്പ് ഇതിന് തൊട്ടടുത്തുള്ള മേഖലയിലാണ്. അതോടൊപ്പം തന്നെ ചില ആരാധനാലയങ്ങളുണ്ട്, കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ആളുകൾ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ബാക്കിയുള്ള ആളുകൾക്കായുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRF അടക്കമുള്ള സംഘങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് 4 മേഖലകളായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് തെരച്ചിൽ നടത്തുക. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഉപയോഗിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ K9 സ്ക്വാഡിൻ്റെ അടക്കം സഹായം ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഹെലികോപ്റ്റർ മുഖേന ഇവിടെ എത്തുക. ഇവിടെ എത്തിച്ചേർന്ന ശേഷം അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ നടത്തും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്കടക്കം പ്രതികരണം നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മേപ്പാടി യിൽ നിന്നുള്ള തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി ഇത്തരത്തിലൊരു സാഹചര്യം വരികയാണ്.
പരിസ്ഥിതി ലോല മേഖലയിലാണ് അടക്കം ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മുൻപ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് ആവർത്തിച്ച് പറയുന്നത് കേരളം കേട്ടതാണ്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഹിമ, തീർച്ചയായും അതെ, സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിലേക്ക് ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമായി മുൻപോട്ട് വന്ന ഒരു പദ്ധതി. പക്ഷെ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ പദ്ധതിയുടെ സ്ഥിതി ഇതായി എന്നു മാത്രം. കൃത്യമായ മുന്നൊരുക്കങ്ങളോ ആളുകൾ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം അപകടത്തിലേക്ക് എത്തില്ലായിരുന്നു. നഷ്ടപ്പെട്ടത് 3 ജീവനുകളാണ്. ഇപ്പോഴുണ്ടായ ഒരു അപകടം അത് ക്ഷണിച്ചു വരുത്തിയ അപകടമാണെന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കരാർ കമ്പനിയായ കൊങ്കൺ റെയിൽ കോർപ്പറേഷന് മണ്ണ് മാറ്റാത്തതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്ക് വലിയ രീതിയിൽ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത്ര വലിയൊരു അനാസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ ഈ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം നൽകി, അത് മാറ്റിയില്ല. ഈ മാറ്റാനുള്ള നിർദ്ദേശത്തിൽ മാത്രം ആ ഒരു ഉത്തരവാദിത്തം ഒതുങ്ങിപ്പോയി എന്നാണല്ലേ സാരംഗ് മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ് ഹിമ. ജില്ലാ കളക്ടറടക്കം കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് നിർമ്മാണ പുരോഗതി അടക്കം വിലയിരുത്തേണ്ടത് തഹസിൽദാരും ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ സംഘമാണ്. അപ്പോൾ അവർ തന്നെയാണ് ഈ രീതിയിലൊരു അപകട സാധ്യത ഇവിടെയുണ്ട്, അതുകൊണ്ട് അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ഈ മണ്ണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നത് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മണ്ണ് പിന്നീട് ലേലം ചെയ്ത് വിൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ അടക്കം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പോലും ഈ രീതിയിൽ ഈ ഒരു തൽസ്ഥിതി തുടർന്നു പോയി എന്നത് തന്നെയാണ് ഏറ്റവും അപകടകരമായ കാര്യം. ആളുകളെ ഈ ഒരു രീതിയിലൊരു അപകട സാധ്യതയുള്ളൊരു മേഖലയാണെങ്കിൽ ഇതിന് തൊട്ട് സമീപത്തുള്ള ആളുകളെ കനത്ത മഴ പ്രത്യേകിച്ച് ഈ മേഖലയിൽ പെയ്യുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ കൃത്യമായ എല്ലാവരും അലേർട്ടായിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള പാതയിൽ എല്ലായിടങ്ങളിലും ഉള്ളത്. അത് ഏത് മേഖലയിലാണെങ്കിലും സമാനമായാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ പോലും ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൈക്കൊള്ളാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളടക്കം ഇനിയും ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ഇനി കഴിഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾ നടത്തുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അതിനുശേഷമായിരിക്കണം സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പരിശോധനകളും വിലയിരുത്തലുകളും നടത്തേണ്ടത്. കാരണം മനുഷ്യജീവനുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്, അവർക്ക് കുടുംബങ്ങളുണ്ട്, അവരെ കാത്തിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കൊരു ഉത്തരം നൽകേണ്ട ചുമതല കേരള സമൂഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടപടികൾ ആരംഭിക്കേണ്ടതായുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പരിപൂർണമായി മുഴുവനായി നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 4 മേഖലകളായി തിരിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം നടത്തുന്നത്. NDRF സംഘവും SDRF സംഘവും അതോടൊപ്പം തന്നെയുള്ള പ്രാദേശികമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നാടിനെ കുറിച്ച് അറിയുന്ന നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ സംഘത്തിൻ്റെ ഭാഗമായുണ്ട്. അപ്പോൾ എല്ലാവരും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ മുൻകാലങ്ങളൊക്കെ തന്നെ നമ്മൾ വയനാട് ജില്ലയിൽ വലിയ ദുരന്തങ്ങളുണ്ടായ സമയത്ത് കണ്ടിട്ടുള്ള സമാനതകളില്ലാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യം തന്നെ ഇവിടെയും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിമ.